വെൽക്കം ടു പി ടി സിംപ്ലിഫൈഡ് മലയാളം. ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ മലയാളത്തിലും പി ടി റിലേറ്റഡ് കണ്ടന്റ് എല്ലാ 2 ദിവസവും ചെയ്യും. അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. വളരെയധികം എഫേർട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പി ടി റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലോ എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ എൻ്റെ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഞാൻ എൻ്റെ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാൻ തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിന് എൻറോൾ ചെയ്യാം. താഴെ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. സോ ഇന്നത്തെ ചിന്താ വിഷയം ഈസ് പി ടി ഗെറ്റിംഗ് ഹാർഡർ ബൈ ദ ഡേ. പി ടിയിലോട്ട് തിരിച്ചു വരുന്ന 2 വർഷം മുമ്പ് എഴുതിയിട്ട് തിരിച്ചു വരുന്നവരും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഡിസൈഡ് സ്കോർ കിട്ടാത്തവർക്ക് എല്ലാവർക്കും ഉള്ള കൺസേൺ ആണ് പി ടി പാടാവുന്നു, പി ടി പാടാവുന്നു. ലെറ്റ്സ് കട്ട് ടു ദ ചേസ്. ഉത്തരം സിമ്പിൾ ആണ്. പി ടി ഈസ് ഗെറ്റിംഗ് ഹാർഡർ. ബട്ട് വെയിറ്റ് ഇത് കൂടെ കേട്ടിട്ട് പോ. പി ടി മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റും ഹാർഡർ ആവുകയാണ്. That includes IELTS, TOEFL, GRE, PT, all kind of stuff. And let me be very clear, ഇപ്പോഴും IELTS-നെക്കാട്ടിലും എളുപ്പം തന്നെയാണ് PTE. GRE, TOEFL-നെക്കാട്ടിലും എളുപ്പം തന്നെയാണ് PTE. IELTS, TOEFL, GRE ഒക്കെ ഹാർഡർ ആവുമ്പോഴത്തേക്ക് ഒരു ഡോമിനോ എഫക്റ്റ് പോലെ PTയും ഹാർഡർ ആവുന്നു. എന്തുകൊണ്ടാണ് ഹാർഡർ ആവുന്നത്? സി, അവിടെയാണ് നമ്മൾ വി ഗോ ബാക്ക് ടു ദ ലോ ഓഫ് നേച്ചർ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നേച്ചറിൽ കോമ്പറ്റീഷൻ വളരുമ്പം ദ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ. അതാണ് ഭൂമിയുടെ നിയമം. എവല്യൂഷനെ പറ്റിയും ഈ നാച്ചുറൽ സെലക്ഷനെയൊക്കെ പറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതറിയാം. അതേ നിയമം തന്നെയാണ് പി ടിയിലും നടപ്പായി വരുന്നത്. ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് ഓൺ എ ഹോളിൽ നടപ്പായി വരുന്നത്. ഒരു 3-4 വർഷം മുമ്പ് പുറത്തോട്ട് പോകാൻ നിൽക്കുന്നവരും പുറത്ത് രാജ്യത്ത് തന്നെ സെറ്റിൽ ആവുന്നവരും അവിടെ ചെന്ന് പഠിക്കാൻ പോണവരുടെയും നമ്പർ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഡേ ബൈ ഡേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും, നിങ്ങളെ ഗ്രൂപ്പ് സർക്കിൾ, ഫ്രണ്ട് സർക്കിളിൽ എത്ര പേര് പുറത്തു പോകാൻ നിൽക്കുകയാണ്. സോ ഡേ ബൈ ഡേ ആൾക്കാരുടെ പുറത്ത് പോകാനുള്ള ആസ്പിറേഷൻസ് കൂടുന്നു, പുറത്ത് പോകാനുള്ള ട്രൈസ് കൂടുന്നു, കൂടുതൽ ആൾക്കാർ പുറത്ത് പോകുന്നു. സോ കോമ്പറ്റീഷൻ കൂടുകയല്ലേ. സോ കോമ്പറ്റീഷൻ കൂടുമ്പോൾ നിങ്ങൾ പുറത്ത് പോകാൻ വർത്തിയാണെന്ന് പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഐ വിൽ ബി വെരി ഓണസ്റ്റ് വിത്ത് ദിസ്. ഇത് പ്രൊഫഷൻസിയുടെ കാര്യം മാത്രമല്ല, പ്രൊഫഷൻസി വെറും ഒറ്റ കടമയാണ്. അതിനുശേഷം എത്രയൊക്കെ കടമ്പകൾ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. സോ ഓൾ ഇൻ ഓൾ ഈ ലോകത്തുള്ള ഈ ഡൈനാമിക്സ് മാറണേൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയും കൂടുന്നത്. കാരണം കോമ്പറ്റീഷൻ കൂടുന്നു. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പോയാൽ മതി. ഓസ്ട്രേലിയയിലും UK-യിലും കാനഡയിലും ന്യൂസിലാൻഡിലും US-ലും ഒക്കെ. ഓക്കെ, സോ ഹിസ്റ്റോറിക്കലി എടുത്ത് നോക്കി എല്ലാ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകളിലും പാസിനെക്കാട്ടിലും ആൾക്കാർ ഫെയിലാണ് ആവുന്നത്. കാരണം അവരുടെ ബിസിനസ് ഓടുന്ന തന്നെ ഈ ഫെയിലായിട്ട് വീണ്ടും റീട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അത് പുറത്ത് പോകണമെങ്കിൽ അത് നിങ്ങളെ മാത്രം ആവശ്യം. സോ ഇപ്പോഴും ആൾക്കാർ പുറത്ത് പോകുന്നില്ല. എത്രത്തോളം ആൾക്കാർ പുറത്ത് പോകുന്നു. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? പരീക്ഷ പാടാണെങ്കിലും ചിലവർ അതിനനുസരിച്ച് അഡാപ്റ്റ് ആവുന്നുണ്ട്. അവർക്ക് തന്നെയാണ് ഡിസൈഡ് സ്കോർ കിട്ടുന്നത്. ചിലവരെന്ന് പറയുമ്പോൾ അയ്യോ പാടായി എന്ന് പറഞ്ഞ് വിട്ടോളാം. കുറച്ചും കൂടെ പിടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈഡ് സ്കോറിലോട്ട് പോയി. ഇപ്പൊ ഈ പാസ്സായി ഓൺ എ ഡെയിലി ബേസിസ് ഇപ്പോഴും ആൾക്കാർ പാസ്സാവുന്നില്ലേ? ഓൺ എ ഡെയിലി ബേസിസ് എല്ലാവരും അബ്രോഡ് പോകുന്നില്ലേ? അവരൊന്നും മനുഷ്യരല്ലേ? അവരും നമ്മളെ പോലത്തെ ആൾക്കാർ തന്നെ. സോ നിങ്ങൾ തോറ്റു കൊടുക്കാൻ റെഡി ആവുക, നിങ്ങൾ വർക്ക് ചെയ്യുക. സി, പി ടി ഒരിക്കലും ലക്കല്ല. ഒരു ഡിസൈഡ് സ്കോറിലോട്ട് എത്താൻ തക്ക അത്രയും നല്ല ഇംഗ്ലീഷ് ആയാൽ മാത്രമേ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. നോ മാറ്റർ വാട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് യു ഡു. കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ ഓഫ് കോഴ്സ് യു ക്യാൻ ക്ലിയർ പി ടി. സോ പോസിറ്റീവ് ആയിരിക്കുക. ഇതായിരുന്നു എൻ്റെ വീഡിയോ. വളരെയധികം എഫേർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ലൈക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പി ടി റിലേറ്റഡ് എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെങ്കിലും എന്തെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഐ വിൽ റിപ്ലൈ ടു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഞാനൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയുള്ള പഠനം പോരാന്ന് തോന്നുന്നവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. താഴെ കൊടുത്തതിന് വാട്സ്ആപ്പ് നമ്പറിൽ ഒരു എൻക്വയറി നടത്തിയാൽ മതി. പി ടി റിലേറ്റഡ് കണ്ടന്റൊക്കെ ചെക്കൗട്ട് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ്. സോ പുതിയൊരു പി ടി റിലേറ്റഡ് കണ്ടന്റോട് 2 ദിവസത്തിൽ കാണുന്നവരെ ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, കീപ് ലേണിംഗ് ആൻഡ് കീപ് ദിസ് ഇൻ മൈൻഡ്. വി ആർ ഇൻ ദിസ് ടുഗദർ.